ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ബാക്കി വരാറുണ്ട് അല്ലേ. അങ്ങനെ ബാക്കി വരുന്ന ഇഡ്ഡലി കൊണ്ട് ഒരു ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. ഇത് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഇഡ്ഡലി എടുത്ത് വെച്ച് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 4 മണിക്ക് വേണമെങ്കിലും ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഒരു വീഡിയോയിലേക്ക് പോകാം. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ അതിലൊരു 8 ഇഡ്ഡലി ബാക്കി വന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇഡ്ഡലി ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം ഉപയോഗിക്കാം. ഇതങ്ങനെ പിറ്റേ ദിവസം പുറത്തെടുത്ത് വെച്ച് കുറച്ച് നേരമായ ഇഡ്ഡലിയാണ്. ഇപ്പോൾ ഇത് നമുക്ക് എടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് പൊടിക്കാം. ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും നല്ലോണം പൊടിയുന്നുണ്ട്. എന്നാലും മിക്സിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പുട്ടിൻ്റെ പൊടിമാതിരി നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. കണ്ടു എത്ര ഈസി ആയിട്ട്. ഇപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ടില്ലെങ്കിൽ കയ്യിലിങ്ങനെ പൊടിക്കുമ്പോൾ കയ്യിലിങ്ങനെ ഒട്ടും. അങ്ങനെ ആകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഫ്രീസറിൽ വെക്കുന്നത്. ഇപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ ഉടച്ചിട്ട് മിക്സിയിൽ ഒരു 3 പ്രാവശ്യം പൾസ് മോഡലിലിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മിക്സിയിൽ ഒന്ന് കറക്കി എടുത്ത പൊടിയാണ് കാണുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇട്ടത്. ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാനത് പൊടിച്ചെടുത്തത്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു താളിപ്പ് കൊടുക്കേ വേണ്ടൂ. വളരെ ഈസിയാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ടിഫിൻ്റെ പരിപാടിയും ഈസി ആയിട്ട് കഴിയും. പിറ്റേ ദിവസം വളരെ ഈസി ആയിട്ട് ടിഫിൻ പരിപാടി കഴിക്കാൻ പറ്റും. ഞാൻ താളിക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നുംപരിപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റാം. അതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇടുന്നത് കറിവേപ്പിലയും സവാളയാണ്. ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 3 പച്ചമുളകാണ്. അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചും ചേർക്കാം. ഇപ്പം ഞാനിവിടെ 3 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി സവാളയുടെ നിറം മാറുമ്പോൾ നല്ലോണം ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറായിട്ട് വരും സമയത്ത് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി ഇതിൻ്റെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. നമുക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചേർത്ത് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ഉപ്മാവ് റെഡിയായി. വളരെ ഈസി അല്ലേ, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇഡ്ഡലി അധികമായിട്ടുണ്ടെങ്കിൽ അതടുത്ത ദിവസത്തേക്ക് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി ബാച്ചിലേഴ്സിനും പിന്നെ അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.